ജ്യോതിഷത്തിന്റെ മറവിൽ ലൈംഗികാതിക്രമത്തിന് തുനിഞ്ഞ മുരാരി തന്ത്രി പിടിയിലായത് ഇന്നാണ്. വാതൊഴിപ്പിക്കാനെത്തിയ 16-കാരിക്ക് നേരെ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച കേസിലാണ് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു പിടിയിലായത്. ഭരണിക്കാവിലെ ഉദയ റോയൽ ടവർ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ശാസ്താംകോട്ട പുത്തൂർ പോലീസ് സംഘം സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇയാൾ പിടിയിലായത്. വിശ്വാസം അതല്ലേ എല്ലാം. ഇത് കേട്ടുപരിചിതമായ പരസ്യവാചകമാണ്. വിശ്വാസത്തെ ചൂഷണത്തിനുപയോഗിക്കുന്ന ചിലരുണ്ട്. കൊല്ലം പുത്തൂർ വെണ്ട സ്വദേശി VS മുരാരി തന്ത്രി എന്ന രാജൻ ബാബു ഇതിൽപ്പെട്ടതാണ്. ജ്യോതിഷരത്നം എന്നാണ് അവകാശവാദം. കൊട്ടാരക്കരയിൽ മുരാരി എന്ന ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ഒരു സുപ്രഭാതത്തിൽ ശാന്തിയായി മാറുകയും പിന്നീട് ജ്യോത്സ്യനായി സ്വയം പ്രഖ്യാപിക്കുകയുമായിരുന്നു. മേടയിൽ ജ്യോതിശാലയം എന്ന് തുടക്കത്തിൽ പേരിട്ടു. പിന്നെ തന്ത്രി എന്ന് പേരിനൊപ്പം ചേർത്തു. സോഷ്യൽ മീഡിയയിൽ റീലുമായി നിറഞ്ഞു. ജ്യോത്സ്യന്റെ പേര് പലയിടത്തുമെത്തി. ആളുകൾ വരിവരിയായി വീട്ടുപടിക്കൽ കാത്തുനിന്നു. അളവറ്റ പണം ദക്ഷിണയായും പൂജയ്ക്കുള്ള ഫീസായും കുന്നുകൂടി. ഐഫോൺ കുടുംബമെന്ന് സ്വയം വിശേഷിപ്പിച്ചു. കുടുംബാംഗങ്ങൾക്കും അനുചരന്മാർക്കും പുതിയ ഐഫോൺ വാങ്ങി നൽകുക പതിവാക്കി. മുരാരി തന്ത്രിയെ കാണണമെങ്കിൽ 5 ദിവസം മുൻപ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു പെൺകുട്ടിയും മാതാവും കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയെ കാണാനെത്തിയത്. പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് കാരണം ബാധ കയറിയതാണെന്ന് ഇയാൾ വിശ്വസിപ്പിച്ചു. മാതാവിനെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടന്നുപിടിക്കുകയായിരുന്നു. പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടി. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ പ്രതി കടന്നു കളഞ്ഞു. പിന്നീട് ഭരണിക്കാവിൽ നിന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ സയന്റിഫിക് എക്സ്പെർട്ടുകളും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിന്റെ നേതൃത്വത്തിൽ തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. രാജൻ എന്ന മുരാരി തന്ത്രിയെക്കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അവൻ എവിടുന്ന ഡിവോഴ്സും പഠിച്ചത്. അപ്പോൾ പറഞ്ഞു ഡിവോഴ്സിന്റെ പിന്നെ കാറിനകത്ത് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, അവിടെ വെച്ചാൽ പഠിക്കാൻ പറഞ്ഞു. അടുത്തിടെ വന്ന ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജ്യോത്സ്യൻ അറസ്റ്റിലായത് അടുത്തിടെയാണ്. തൃശൂർ സ്വദേശിയായ ജ്യോത്സ്യൻ പ്രഭാതിനെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ കൊച്ചി പലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ വന്ന പരസ്യം കണ്ടാണ് ജ്യോത്സ്യനെ വീട്ടമ്മ പരിചയപ്പെട്ടത്. തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പൂജ നടത്താൻ കൊച്ചി വെണ്ടലയിലുള്ള സ്ഥലത്തേക്ക് ഇയാൾ വീട്ടമ്മയെ ക്ഷണിച്ചു. കഴിഞ്ഞ ജൂണിൽ നടന്ന പൂജയ്ക്കിടെ ജ്യോത്സ്യൻ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഇനി ഇക്കഴിഞ്ഞ ജനുവരിയിൽ വന്ന വാർത്ത ഹരിപ്പാട് നിന്നാണ്. യുവതിയോട് ഭർത്താവ് ഉടൻ മരിച്ചുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായിരുന്നു വാർത്ത. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ ജിഷ്ണുവാണ് അന്ന് അറസ്റ്റിലായത്. ഭർത്താവ് ഉടൻ മരിച്ചുപോകുമെന്നറിഞ്ഞപ്പോൾ ഭയപ്പെട്ട യുവതി ജ്യോത്സ്യൻ പറഞ്ഞനുസരിച്ച് ഒപ്പം പോവുകയായിരുന്നു. ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ വ്യക്തിപരമായ കാര്യം. എങ്കിലും ഇങ്ങനെയും ചിലതൊക്കെ ഉണ്ട്. ഇത്തരക്കാർ വിശ്വാസം ചൂഷണം ചെയ്യാതിരിക്കട്ടെ. മുരാരി തന്ത്രി പോക്സോ കേസിൽ അകത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.